ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതിനു പിന്നാലെ വന്ന വിവിധ വെളിപ്പെടുത്തലുകളൊക്കെ പശ്ചാത്തലത്തിൽ വലിയ തരത്തിൽ സിനിമാ രംഗത്ത് വലിയ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എംഎംഎയുടെ പ്രസിഡന്റ് അടക്കം രാജിച്ച സാഹചര്യമുണ്ട്. ഈ ഘട്ടത്തിൽ നമുക്കൊപ്പം ഉള്ളത് CPI നേതാവ് ആനി രാജയാണ്. എംഎംഎയുടെ ഭാരവാഹികളടക്കം രാജിവെച്ചിരിക്കുന്നു. വലിയ തരത്തിലുള്ള വിവാദങ്ങൾ ഇപ്പോഴും പുകയുന്നു, പലരും ഇപ്പോഴും വെളിപ്പെടുത്തൽ നടത്തുന്നു. എങ്ങനെയാണ് കാണുന്നതിനെ? തീർച്ചയായും അനിവാര്യമായ ഒരു നടപടിയാണ് എംഎംഎ ഭാരവാഹികൾ സ്വീകരിച്ചിട്ടുള്ളത്. അത് നടക്കേണ്ട ഒന്നായിരുന്നു. അത് വൈകാതെ അവർ അക്കാര്യം ചെയ്തതിൽ ഏറ്റവും സന്തോഷം. അല്പം വൈകിയെന്ന് തോന്നുന്നുണ്ടോ? കാരണം ഈ വൈകി എന്നുള്ളതിൽ ഒരു സംശയവുമില്ല. പക്ഷേ എങ്കിൽ പോലും ഇനിയും വൈകിപ്പിക്കാതെ അതിൻ്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്യം, കാരണം അവരിൽ തന്നെ ആ സംഘടനയിലും അതിൻ്റെ നേതൃത്വത്തിലും ഒക്കെയുള്ള തന്നെ പലരുടെയും പേരുകൾ വന്നു കഴിഞ്ഞിരിക്കുകയാണ്. ജനറൽ സെക്രട്ടറി ഓൾറെഡി രാജിവെച്ച് കഴിഞ്ഞു. അത്തരമൊരു സാഹചര്യത്തിൽ ഏറ്റവും ഉചിതമായ തീരുമാനമാണ് അവർ കൈക്കൊണ്ടിട്ടുള്ളതെന്നാണ്. നിലവിലത്തെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് സർക്കാർ ഒരു അന്വേഷണത്തിന് പ്രത്യേക കമ്മിറ്റി അല്ലെങ്കിൽ പ്രത്യേക സംഘത്തെ രൂപീകരിച്ചിട്ടുണ്ട്. ആ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങളുള്ള വിശ്വാസ്യത, പ്രത്യേകിച്ച് ഇപ്പോൾ വൈകിയാണ് അതും ഉണ്ടായത് എന്ന് പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ചേച്ചി അടക്കമുള്ളവർ ആദ്യമേ തന്നെ കേസെടുക്കണം നിലപാടാണ് സ്വീകരിച്ചത്. ആ ഒരു അന്വേഷണത്തെ എങ്ങനെയാണ് കാണുന്നത്? തീർച്ചയായും അത് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു കേസിന് ഈ ഹേമ കമ്മിറ്റി, ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് ആധാരമായ ഒരു കേസ്, ആ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് WCC മുഖ്യമന്ത്രിയെ സമീപിക്കുമ്പോൾ അതിനെ വളരെ ഗൗരവത്തിലെടുത്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ഹേമ കമ്മിറ്റിയെ നിയോഗിക്കുന്നത്. ആ ഹേമ കമ്മിറ്റി അതിൻ്റെ റിപ്പോർട്ട് സമർപ്പിച്ചുവെങ്കിലും അത് കുറച്ച് വൈകിയാണ്. അത് അങ്ങനെ വൈകരുതായിരുന്നു എന്ന് പറയുമ്പോഴും വൈകിപ്പോയി. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയിൽ എത്രയോ പേർക്ക് നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നു. പക്ഷേ ഇപ്പോൾ റിപ്പോർട്ട് വന്നതിന് ശേഷം പലരും ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചതിന് ശേഷം പല പെൺകുട്ടികളും സ്ത്രീകളും ഒക്കെ തന്നെ വളരെ ആത്മവിശ്വാസത്തോടെ ഒരു ഗവൺമെൻറ് ഉണ്ട് ഇവിടെ, ഇത്തിരി ആ റിപ്പോർട്ട് പൊതുജന സമക്ഷം സമർപ്പിക്കാൻ വൈകിയെങ്കിലും നടപടി ഉണ്ടാകുമെന്നുള്ള വലിയൊരു പ്രതീക്ഷ, വലിയൊരു ആത്മവിശ്വാസം വന്നതുകൊണ്ടാണ് ആ മേഖലയിലുള്ള പെൺകുട്ടികൾ വളരെ ധൈര്യപൂർവ്വം എല്ലാം തുറന്നു പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ വരുന്നു എല്ലാം തുറന്നു പറയുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അത്തരമൊരു കോൺഫിഡൻസ് ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ സംസ്ഥാന സർക്കാർ ഈ റിപ്പോർട്ടിനെ തുടർന്ന് ഒരു കമ്മിറ്റി, ഒരു SIT രൂപീകരിച്ചിട്ടുണ്ട്. അതിനെ നമ്മൾ സ്വാഗതം ചെയ്യണം. ഇതൊരു വളരെ ഗൗരവത്തിലുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ട് തന്നെ വളരെ പ്രഗത്ഭരായ ഉദ്യോഗസ്ഥരെയൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് SIT രൂപീകരിച്ചു. ആ SIT രൂപീകരിക്കുന്നതിന് മുമ്പും സംസ്ഥാന സർക്കാർ പറഞ്ഞ ചില നിയമ തടസ്സങ്ങളുണ്ട് ഇപ്പോൾ ആ റിപ്പോർട്ടിന്മേൽ ഒരു ഭാഗത്ത് നടപടികൾ സ്വീകരിക്കുന്നതിന് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും SIT രൂപീകരിച്ച് SIT ഇതിൻ്റെ അന്വേഷണങ്ങൾ നടത്താൻ തുടങ്ങിക്കഴിഞ്ഞെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇത് SIT രൂപീകരിച്ച ആ SIT ഇങ്ങനെ ഇതിൻ്റെ ജസ്റ്റിസ് പ്രോസസ്സ് അത് നീട്ടിക്കൊണ്ട് പോകാൻ ഒരിക്കലും ഇടയാവരുത്. സമയബന്ധിതമായി ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചതിൻ്റെ നിയമ നടപടികളിലേക്ക് നീങ്ങണം. അത് പ്രത്യേകിച്ച് പറയുമ്പോൾ ഇപ്പോൾ ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിക്ക് ആധാരമായിട്ടുള്ള കേസ് പോലും ഇന്ന് ഫാസ്റ്റ് ട്രാക്ക് കോർട്ടിന് മുമ്പിലല്ല ഉള്ളത്. ആ കേസ് അടക്കം ഈ ജസ്റ്റിസ് ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അകത്തുള്ളതും പുറത്തു വന്നതുമായ കേസുകളൊക്കെ തന്നെയും ഒരു ഫാസ്റ്റ് ട്രാക്ക് കോർട്ടിലേക്ക് മാറ്റിക്കൊണ്ട് സമയബന്ധിതമായി ഇതിൻ്റെ നിയമ നടപടികൾ പൂർത്തിയാക്കണം, നീതി ഉറപ്പാക്കണമെന്നാണ് ഈ സമയത്ത് പറയാനുള്ളത്. സിനിമാക്കാർക്കൊപ്പം തന്നെ സിനിമാക്കാർ രാഷ്ട്രീയക്കാരായ സമയം കൂടിയാണിത്. പ്രത്യേകിച്ച് കൊല്ലം MLA മുകേഷിനെതിരെ അടക്കം ആരോപണങ്ങൾ വന്നിരിക്കുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അല്ല, ഇത് ആരായിരുന്നാലും, ഇപ്പം MLA ആണോ അല്ലെങ്കിൽ മന്ത്രിയാണോ അതല്ലെങ്കിൽ വേറെ ആരെങ്കിലും ആണോ MP ആണോ എന്നുള്ളതല്ല വിഷയം. ഇത് ഒരു കുറ്റകൃത്യത്തിൽ പങ്കാളിയായിട്ടുണ്ട് എന്നുള്ള വിഷയം, അല്ലെങ്കിൽ അറിയാമായിരുന്നു എന്നുള്ള വിഷയം, അതല്ലെങ്കിൽ അറിഞ്ഞിട്ടും തടയാതിരുന്ന വിഷയം, അല്ലെങ്കിൽ കൂട്ടുനിന്ന വിഷയം, അങ്ങനെ പലതും നമ്മുടെ മുന്നിൽ വരികയാണ്. അപ്പം ഏത് സ്ഥാനത്ത് അങ്ങനെ ഏതെങ്കിലും ഭരണഘടനാപരമായി ഇപ്പോൾ ഒരു MLA എന്ന രീതിയിൽ അദ്ദേഹം തീർച്ചയായിട്ടും ഇടതുമുന്നണി ഗവൺമെൻറ് ഇന്നൊരു ഒരു മിഷനിലാണ്, ഒരു കാര്യത്തിലേക്ക്, അതായത് ഈ മലയാള സിനിമാ മേഖലയെന്ന് പറയുന്നത് സ്ത്രീകൾക്കും പുരുഷനും, കൂടുതൽ സ്ത്രീകൾക്ക് കൂടി സൗഹൃദമാകുന്ന രീതിയിൽ അതിനെ മാറ്റിയെടുക്കുന്നതിന് വേണ്ടിയുള്ള വലിയൊരു മിഷനിൽ സംസ്ഥാനത്തെ ഇടതുമുന്നണി ഗവൺമെൻറ് ആരംഭം കുറിച്ചിരിക്കുകയാണ്. അങ്ങനെ ആരംഭിച്ചിട്ട് സംസ്ഥാന സർക്കാർ അങ്ങനെ മുന്നോട്ട് വരുമ്പോൾ ആ സംസ്ഥാന സർക്കാരിനെ യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധിയിലും തള്ളിവിടാതെ
ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കുന്നവരും ഇടതുപക്ഷ അനുഭാവികളും ഒക്കെ ചെയ്യേണ്ടത് ആ സംസ്ഥാന സർക്കാരിനെ സഹായിക്കുക എന്നുള്ളതാണ്. ആ രീതിയിൽ ഇപ്പോൾ MLA പദത്തിൽ ഇരിക്കുന്നവരായിരുന്നാലും ശരി, അവരതിൽ നിന്നൊക്കെ മാറി നിന്നുകൊണ്ട് അന്വേഷണം അത് സുതാര്യമായി നടക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന്, നീതിപൂർവമായി നടക്കുന്നുവെന്ന് ഉറപ്പാക്കുന്നതിന്, സത്യസന്ധമായി നടക്കുമെന്ന് ഉറപ്പാക്കുന്നതിന് പദവിയിൽ നിന്ന് മാറി നിന്നുകൊണ്ട് അന്വേഷണത്തെ, ഞാൻ പറഞ്ഞല്ലോ ഈ രഞ്ജിത്തിൻ്റെ കാര്യം വരുമ്പോഴും അതാണ് ഞാൻ പറയുന്നത്, അവർ ഒരു അന്വേഷണത്തിന് സഹായകരമാകുന്ന രീതിയിൽ പദവിയിൽ നിന്ന് മാറി നിൽക്കണം. മാറി നിന്നുകൊണ്ട് അങ്ങനെ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ തെളിയിക്കണം. സമയബന്ധിതമായിരിക്കണം അന്വേഷണം എന്നുള്ളത് ആവർത്തിച്ച് പറയുന്നു. ആ അന്വേഷണത്തിൽ അവർ നിരപരാധികളാണെന്ന് കണ്ടാൽ ഇത്തരം ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാനുള്ള വകുപ്പുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അതാണ് നമ്മുടെ രാജ്യത്തുള്ള നിയമങ്ങൾ. അതുകൊണ്ട് ഒരു ഭയവുമില്ലാതെ ശ്രീ മുകേഷ് സംസ്ഥാന സർക്കാരിന് ഈ മിഷനിൽ സഹായിക്കുന്നതിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്ന് മാറി നിൽക്കണം എന്ന് തന്നെയാണ് പറയാനുള്ളത്. രാജ്യം തന്നെ പറയാം. തീർച്ചയായിട്ടും പദവിയിൽ നിന്ന് മാറി നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ആ പദവിയിൽ നിന്ന് വെറുതെ ഇവിടുന്ന് അങ്ങോട്ട് ഈ സീറ്റിൽ നിന്നിട്ട് അപ്പുറത്തോട്ട് പോകുന്നതല്ലല്ലോ. അതാണല്ലോ ഉദ്ദേശിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ദേശീയ തലത്തിലേക്കാണെങ്കിൽ പോലും കേരളത്തിൽ ഇത്തരത്തിൽ കാര്യങ്ങൾ നടക്കുന്നു എന്ന് പറഞ്ഞ തരത്തിൽ പ്രചരണം നടക്കുന്നുണ്ട്. പലയിടത്തും അത്തരത്തിൽ പ്രചരണങ്ങൾ നടക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടത് മറ്റൊരുപാട് സ്ഥലങ്ങളിൽ, അത് തമിഴ്നാട്ടിലെ അടക്കമുള്ള സിനിമാ മേഖലയിലെ സ്ത്രീകൾ വലിയ ആശ്വാസത്തിലാണ്. കേരള ഗവൺമെൻറ് തുടങ്ങിവെച്ച ഈ ശുദ്ധീകരണ പ്രക്രിയ അത് അവിടുന്ന് അങ്ങോട്ടേക്ക് ഇനി മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഹിന്ദി സിനിമാ മേഖലയിലും ഒക്കെ തന്നെ അതിൻ്റെ അനുരണങ്ങൾ ഉണ്ടാകുമെന്നുള്ള വലിയ പ്രതീക്ഷയിലാണ് ആ മേഖലയിലൊക്കെയുള്ള പെൺകുട്ടികളും സ്ത്രീകളും. ഇത് നമ്മളോടൊക്കെ അതാണ് പറയുന്നത്. ഒന്ന് തുടങ്ങി അതിൽ ചില വീഴ്ചകളൊക്കെ ഉണ്ടായത് കാലതാമസം വരുത്തി റിപ്പോർട്ട് കിട്ടി ഒരു 3-4 വർഷക്കാലം അതിന് മേലെ നടപടിയെടുക്കാതെ പല കാരണങ്ങൾ കൊണ്ടും അതിലേക്ക് നമ്മളിപ്പോൾ ആ പോസ്റ്റ്മോർട്ടത്തിലേക്കല്ല ഞാൻ പോകുന്നത്. അങ്ങനെയാണെങ്കിൽ പോലും കേരളം ഒരു മാതൃകയാകുന്നു ഇത്തരത്തിൽ സ്ത്രീ സൗഹൃദമാക്കുന്നതിന്. അതല്ല എങ്കിൽ സ്ത്രീകൾക്ക് മാന്യമായ റൈറ്റ് ടു ലൈഫ് വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്ന രീതിയിൽ ആ തൊഴിലിടത്തിൽ മാന്യതയോടെ തൊഴിലെടുക്കുന്നതിന്, തൊഴിൽ മാന്യത എന്ന് പറയുമ്പം സെക്ഷൽ ഹറാസ്മെൻറ്റ്, റേപ്പ് അതൊന്നും ഇല്ല എന്നുള്ളത് മാത്രമല്ല മാന്യതയ്ക്ക്, അതിനവിടെ ന്യായമായ അവരുടെ വേതനം ലഭിക്കുന്നതിന്, അവരുടെ കരാറുകൾ സംബന്ധിച്ച് അവർക്ക് ഈ സെറ്റിൽ സിനിമ ഷൂട്ടിംഗ് സെറ്റിൽ അവർക്ക് അവരുടെ മനുഷ്യാവകാശം സംരക്ഷിക്കപ്പെടുന്ന രീതിയിലുള്ള എല്ലാവിധ സൗകര്യങ്ങളും, അത് എന്താണ് ടോയ്ലറ്റ് ഫെസിലിറ്റി അടക്കം, അതുപോലെ ചേഞ്ചിങ് റൂം അടക്കമുള്ള ഫെസിലിറ്റികൾ കൊടുക്കുന്ന ഇതെല്ലാം ഉൾക്കൊള്ളുന്ന, അപ്പോഴാണ് അവരുടെ ഒരു അന്തസ്സോടെ ജീവിക്കുന്നതിനുള്ള അവകാശം ഉറപ്പുവരുത്തുക. അപ്പം ആ രീതിയിൽ നോക്കുമ്പോൾ സംസ്ഥാന സർക്കാർ, കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ച നടപടിയെ വലിയ പ്രതീക്ഷയോടെയാണ് തമിഴ്നാട്ടിലെ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്നവരായാലും മറ്റ് സംസ്ഥാനങ്ങൾ, പല സംസ്ഥാനങ്ങളിലെയും പെൺകുട്ടികൾ, സ്ത്രീകളൊക്കെ ഈ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന, സീരിയൽ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ നമ്മളോട് ആ ഒരു ആശ്വാസമാണ് പങ്കുവെക്കുന്നത്. അതാണെങ്കിലും ഹേമ കമ്മിറ്റി റിപ്പോർട്ടും അതുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടക്കുന്ന വിഷയങ്ങളൊക്കെ നിലപാട് ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ് ആനിരാജ് ചെയ്തത്. വീഡിയോ ജേർണലിസ്റ്റ് കണ്ണം പ്രസന്നൊപ്പം റിപ്പോർട്ടർ നോബിൾ മാരിക്കാരൻ, ഇൻ റിപ്പോർട്ടർ, ദില്ലി.